ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പ് പൊടി ഉപയോഗിച്ചുള്ള ഒരു സ്നാക്സാണ്. വൈകുന്നേരം ചായക്ക് ഉപയോഗിക്കാവുന്ന വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു സ്നാക്സ്. അതിലേക്ക് നമുക്ക് തേങ്ങയും ശർക്കരയും ഏലക്കയും ജീരകവും ഗോതമ്പ് പൊടി ഇത്തിരി സോഡാപ്പൊടിയും മാത്രം മതിയാവും. ഞാൻ അതിലേക്ക് ഗോതമ്പ് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര അത് ചേർത്ത് കൊടുക്കുകയാണ്. ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പ് പൊടി ഉപയോഗിച്ചുള്ള ഒരു സ്നാക്സാണ്. വൈകുന്നേരം ചായക്ക് ഉപയോഗിക്കാവുന്ന വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു സ്നാക്സ്. അതിലേക്ക് നമുക്ക് തേങ്ങയും ശർക്കരയും ഏലക്കയും ജീരകവും ഗോതമ്പ് പൊടിയും ഇത്തിരി സോഡാപ്പൊടിയും മാത്രം മതിയാവും. ഞാൻ അതിലേക്ക് ഗോതമ്പ് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര അത് ചേർത്ത് കൊടുക്കുകയാണ്. പഞ്ചസാര ഇഷ്ടമുള്ളവർക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ശർക്കര നമ്മൾ ഒഴിച്ച് കൊടുത്തല്ലേ, ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ഏലക്കയും ജീരകവും കൂടി പൊടിച്ചത് അതും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഈ തേങ്ങ ഇട്ട് കൊടുക്കാം. അല്പം സോഡാപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ശർക്കര മധുരത്തിന് ആവശ്യമുള്ള രീതിയിൽ നല്ല ഇത്തിരി കട്ടിയിൽ ഉരുക്കി എടുത്തിട്ട് വേണം എടുക്കാൻ, വെള്ളം പോലെ എടുക്കരുത്. ഇനി നമുക്ക് ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ച് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന രൂപത്തിൽ കുഴച്ചെടുക്കാം. വെള്ളം കുറേശ്ശായിട്ട് ഒഴിച്ച് കൊടുക്കണം. ഇനി ഇത് നമുക്ക് കൈകൊണ്ട് കുഴച്ചെടുത്ത് ചെറിയ ഉരുളകളാക്കി എടുക്കാം. നമ്മൾ കുഴച്ച് വെച്ചിരിക്കുകയാണ്, ഇത് ഉരുളയാക്കി വെച്ചിട്ട് ഇനി ഇത് നമുക്ക് ചെറിയ ഉരുളകളാക്കി എടുക്കാം. ഇത്തിരി എണ്ണമയം കയ്യിൽ പുരട്ടി ചെറിയ ഉരുളകളാക്കി ഇത് ഉരുട്ടിയെടുക്കാം. ചെറിയ ഉരുളകളാക്കി നമുക്കിത് ഉരുട്ടിയെടുക്കാം. നമ്മൾ ചെറിയ ഉരുളകളാക്കി ഉരുട്ടി വെച്ചിരിക്കുന്ന ഈ മാവിൻ്റെ നടുക്ക് നമ്മളൊരു ഹോൾ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് റവയ്ക്കകത്ത് ഒന്ന് മുക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇതായിട്ടുണ്ട്. നമുക്കിനി ഇത് കോരിയെടുക്കാം. നമ്മുടെ സ്വാദിഷ്ടമായ ഗോതമ്പ് വട റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ. And I find myself wondering what did happen to the last 10. I ran away with my life, fast forward, never turn back again. It's kind of funny that the more we pass time, the more we need to set the rewind. And 19 was the year I had to leave you, but now I'm seeing all the signs. Is this really